രാജ്യത്തിന്റെ യുവതയെ തെരുവിൽ പെല്ലറ്റ് ഉപയോഗിച്ച് നേരിട്ടൊരു സർക്കാർ, ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചവർ, ഒരു ജനാധിപത്യ സമരത്തെ, സമാധാനപൂർണമായ ഒരു സമരത്തെ തല്ലി ഒതുക്കാൻ നോക്കിയ സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് യുവതക്കുണ്ടാക്കിയ പരിക്കുകൾ എണ്ണമറ്റതാണ്. ആ ക്രൂരതയ്ക്ക് ഉത്തരവ് കൊടുത്തത് ആരാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ല. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇതുവരെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നിട്ടില്ല. ഇത്രയും വലിയൊരു പ്രശ്നം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാനോ പാർലമെന്റിൽ വന്നൊരു മറുപടി പറയാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറാവുന്നില്ല. ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഈ അതിക്രമം ആ വിദ്യാർത്ഥികൾക്ക് യുവതക്കെതിരെ നടന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട്, ഈ സെഷൻ സമ്മേളിച്ച് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും വരാൻ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കോ സാധിക്കുന്നില്ല. ഉത്തരം തേടുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത്. ഈ അനീതിയെ, ആ വിദ്യാർത്ഥികൾക്കെതിരായി നടന്ന അതിക്രമങ്ങളുടെ ഉത്തരവിട്ടത് ആരാണ്? ആ ഉത്തരവിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? അതിന് ഇന്ത്യയുടെ പാർലമെന്റിന് മറുപടി വേണം, ഇന്ത്യയുടെ ജനങ്ങൾക്ക് മറുപടി വേണം. പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് ഇന്ത്യ ബ്ലോക്കിലെ അംഗങ്ങൾ, ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. MP साहब है बीजेपी के दफ्तर में चोर कहाँ मिलेंगे? बीजेपी के दफ्तर में झूठ बहाल करो, बीजेपी के दफ्तर में झूठ बहाल करो, बीजेपी के दफ्तर में झूठ बहाल करो, झूठ बहाल करो, बीजेपी के दफ्तर में जवाब പറഞ്ഞു, സമരകാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ സഭയിലെത്തി ജൂലൈ മാസം 20-ാം തീയതി ഉണ്ടായ ഗുരുതരമായ മനുഷ്യത്വരഹിതമായ ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിഷേധത്തെ മുഖവിലയ്ക്ക് പോലും എടുക്കാൻ കഴിയാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ ഗാന്ധി പ്രതിമയിൽ നിന്നും ആരംഭിച്ച് പാർലമെന്റിലേക്കുള്ള ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട് പ്രധാനമന്ത്രിയോ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയോ സഭയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രധാനമന്ത്രി സഭയിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം മുഖവിലയ്ക്ക് പോലും എടുക്കാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതീകാത്മകമായ പ്രക്ഷോഭത്തിലാണ് പാർലമെന്റിന് പുറത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ. മൺസൂൺ സെഷൻ ആരംഭിച്ച ദിവസം മുതൽ ഇത്രയും ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഡൽഹിയിലുണ്ട്. പാർലമെന്റിൽ അവരുടെ ഓഫീസിൽ വരുന്നുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് വരാനോ എംപിമാരെ അഭിസംബോധന ചെയ്യാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഗുരുതരമായ ആരോപണമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. 1500 കോടി രൂപയുടെ ആരോപണം. ഭൂമി പൂജ നടത്തിയത് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ
പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി അതുപോലെ തന്നെ കമ്മിറ്റി 1500 കോടി രൂപയുടെ അനുമതി അക്ഷരമറിയാണ് അദ്ദേഹത്തിനില്ല. പാർലമെന്റ് ഈ സഭാ സമ്മേളനം തീരുന്നവരെ ഞങ്ങളാരും പാർലമെന്റിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ വരാതെ बहाल करो, बहाल करो, बहाल करो, बहाल करो, बीजेपी के दफ्तर में बहाल करो, പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കേണ്ട ബില്ലുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് പോലും അമിത്ഷാ പാർലമെന്റിൽ വരാൻ തയ്യാറായിട്ടുണ്ട്. ഒരു ഭീരുവിനെ പോലെ അമിത്ഷാ മാറി നിൽക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വലിയ മോഷണം നടക്കുന്നു. വിശ്വാസികളുടെ വൈകാരികമായ മൂലധനമാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും. ആ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും അർപ്പിക്കുന്നത്, അവിടെ ഇടുന്നത് അവർ അർപ്പണമാണ്. അവിടെ ഇടുന്ന ഓരോ പൈസയും അർപ്പണമാണ്. ആ വൈകാരിക മൂലധനത്തെ ചോർച്ച ചെയ്ത് അത് മോഷ്ടിച്ച് ഇന്ത്യയിലെ വിശ്വാസികൾക്ക് വഞ്ചിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റിന്, ഒരു സംവിധാനത്തിന്, RSS സംവിധാനത്തിന് കൂട്ടുനിൽക്കുന്ന അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നിന്നും ഒളിച്ചോടുന്നവർക്ക് ജനാധിപത്യ മൂല്യങ്ങളില്ല, അവകാശങ്ങളില്ല. അവർക്ക് ജനാധിപത്യ സംവിധാനത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമരം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള വേദി ഇന്ത്യയുടെ പാർലമെന്റാണ്. ആ പാർലമെന്റിന് മുന്നിലും അകത്തും ഞങ്ങളുടെ പ്രതിഷേധം മുന്നോട്ട് പോകും. बहाल करो, बहाल करो, बहाल करो, बहाल करो, लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। सदन में आओ, सदन में आओ, सदन में आओ, सदन में आके जवाब दो, जवाब दो, जवाब दो। देना होगा, देना होगा, देना होगा, देना होगा। ഒരു ചോദ്യത്തിനും പാർലമെന്റിനകത്ത് ഉത്തരവില്ല. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെന്റിൽ വരാൻ തന്നെ തയ്യാറാവുന്നില്ല. അതിനോടൊപ്പം നിങ്ങൾക്കറിയാം, രാമക്ഷേത്രം കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ എല്ലാമായി കണ്ടിരുന്ന ആ രാമക്ഷേത്രം, അതിൽ അവർ അർപ്പിച്ച ഓരോ നാണയത്തുട്ടുകളിൽ നിന്ന് പോലും പണം അടിച്ചു മാറ്റുന്നവരെ സംബന്ധിച്ച്, അവരെ നിയമിച്ചവരെയും ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം തരാത്ത ഒരു സർക്കാരിൽ നിന്ന് ഇന്ത്യയുടെ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷം ഉത്തരങ്ങൾ തേടുകയാണ്, പ്രതിഷേധിക്കുകയാണ്.